വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീടും പരിസരമൊക്കെ ഒരു ചെറിയൊരു ക്ലീനിങ് ആണ് കേട്ടോ. നമ്മൾ മിറാക്കിൾ ഫ്രൂട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉറങ്ങിയിട്ട് വന്നതാണ് അല്ലേ? ഉറങ്ങിയിട്ട് വന്ന് പാപ്പുണ്ട് ഇവിടെ. ഇവിടെ ആമിക്കുട്ടി എന്താ ചെയ്യുന്നത്? ചെടി ശരിയാക്കാണോ? ചെടി വേണം, ഈ ചെടി വേണം, ഈ ചെടി വേണം. പക്ഷെ അതിന് ഇത് മാറ്റണ്ട, പോട്ട് മാറ്റണ്ട കേട്ടോ. ഇല്ല, പോട്ട് മാറ്റിയാൽ ശരിയാവില്ല. ഇല്ല, ഞാൻ ഇതൊക്കെ മറ്റേ ഇതിന് പറ്റിയതാണ്, ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഞാൻ ശരിയാക്കി വെച്ചു. അപ്പം നീ ഇതിനെ പോട്ടൊന്ന് വൃത്തിയാക്കി തുടച്ചാൽ മതി. കുറച്ച് മണ്ണൊക്കെ ഫില്ല് ചെയ്തിട്ട് അതിലുള്ള ബാക്കി ലീഫുകളൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു 3-4 മണി പ്ലാന്റ് എങ്ങനെ കിട്ടും? അതിവിടെ ഉണ്ട്, ഞാൻ സെറ്റാക്കി തരാം. എനിക്ക് മണി പ്ലാന്റ് ഓ തരാമല്ലോ. പാപ്പുന്റെ പാർക്കിലേക്കാ? അല്ല, പാപ്പുന്റെ പാർക്കിൽ നമുക്കൊന്ന് സെറ്റാക്കാം. പാർക്കിൽ അവൾക്ക് വേറെ ഒന്നും കൊണ്ടുവെക്കുന്ന ഇഷ്ടമല്ല അല്ലേ? ഇഷ്ടാണോ? ഓക്കെ. ചെയ്തതായിരുന്നു കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും കട്ട് ചെയ്യുന്നത് കിളിക്കൂടുണ്ടേ, കിളിക്കൂടൊന്നും ആറുതേ. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാ. അപ്പൊ ഇവിടെ ഏകദേശം പരിപാടികളൊക്കെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് നനച്ചു കൊടുക്കണല്ലേ ഇന്ന്? കുറെ ദിവസം ഇവിടെയൊക്കെ നനച്ചിട്ട്. അത്രയും വേനൽ നമ്മളെ റംബൂട്ടാനൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് കണ്ടോ, കുഞ്ഞതായിട്ടുണ്ടാവും. നമ്മുടെ വീട്ടില് കൊറേ റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ പച്ച. അതാ ചെറുതായിട്ടുണ്ടായി വന്നിട്ടുണ്ട്. ഞാൻ നല്ലോണം കാണിച്ചു തരായിരുന്നു കേട്ടോ. അപ്പൊ ആമിക്ക് അത് കാണിച്ചു തരണമെന്ന് ഭയങ്കര ആഗ്രഹം. പിന്നെ ഒരു കാര്യം, ഞങ്ങളിപ്പോ പോയിട്ട് യൂണ കളിക്കും. പിന്നെ ഇത് പാലപ്പൂവിന്റെ അപ്പേന്റെ ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ട്, അതുണ്ടായി. പിന്നെ ഇന്നലെ നമ്മള് ഇവിടെയൊക്കെ ഒന്ന് പുല്ലൊക്കെ കട്ട് ചെയ്ത് കൊടുത്തോട്ടോ. സൺഡേ മണ്ടേനൊക്കെ ഒന്ന് വൃത്തിയാക്കി, കാരണം അവിടെയൊക്കെ ഫുള്ള് ഇതായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ മറ്റേ ഈ ഒരു പ്ലാന്റ്, അതെ പിന്നെ ഈ ഒരു പ്ലാന്റിന് ഇങ്ങോട്ടേക്ക് വെച്ചു. ഇതിലും ഇതേപോലെ ചെറുതായിട്ട് മൊട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ അതിന്റെ രുദ്രാക്ഷ ഹൈബ്രിഡ് പ്ലാന്റ് എല്ലാം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇന്ന് ബാക്കിയും കൂടെ വൈകിട്ട് ഇവിടെയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം. വൈകുന്നേരം പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് മുഴുവൻ ക്ലീൻ ചെയ്യണം. അപ്പൊ നല്ല വെയിലാട്ടോ, അതുകൊണ്ട് ഇന്നലെ ബാക്കി എല്ലാ ഏരിയയും കട്ട് ചെയ്തു. യെസ്, ഇപ്പൊ വരാം. അതെ, പിന്നെ ഈ ഭാഗം നമ്മളിപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി മഴ വരുന്നതിന്റെ മുന്നേ ബാക്കി എല്ലാ ഭാഗവും കട്ട് ചെയ്യണം. അങ്ങനെ. അപ്പൊ ഇവിടെ നമ്മള് കിളികൾക്ക് വെള്ളമൊക്കെ കൊടുത്തതായിരുന്നു. അപ്പം അത് മണ്ണൊക്കെ ആയി നാശമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഈ പുല്ല് വെട്ട് കഴിഞ്ഞിട്ട് ഒന്ന് നീറ്റാക്കി വെക്കണം അല്ലേ? ഇവിടെ ആക്കിയിട്ട് ഇതിന്റെ നടുവിൽ മൊത്തം ഫ്ലവേഴ്സ് ഒക്കെ ആക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഫ്ലവേഴ്സോ? ഫ്ലവേഴ്സ് അല്ല, പ്ലാന്റ്സ്. പ്ലാന്റ്സ് അവിടെ നട്ടിട്ട് കാര്യമില്ലടാ. അങ്ങനെയല്ല, വെക്കാൻ വേണ്ടിട്ട് ചിരട്ടയില്ലേ, അതിൽ വെച്ചിട്ട് നടുവിൽ വെച്ചിട്ട് അവിടെ ചെയ്യണം. കിളികൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി പാപ്പും അമ്മയൊക്കെ അവിടെ ചിരട്ടയിലും അങ്ങനെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ട, കുഴപ്പമൊന്നുമില്ല. എല്ലാരും ഇനി വൈകിട്ടാണ് എല്ലാം ശരിയാക്കല്. ബാക്കി ചെയ്യാട്ടോ. ആമിയും പാപ്പും ഒക്കെ അതാ ഫില്ല് ചെയ്യാം. ഒരു ചായ ടീ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞു. ഇനി പാപ്പു ഇതാ ഫുൾ ഇലയൊക്കെ പെറുക്കി വെക്കുന്നുണ്ട് അല്ലേ പാപ്പുച്ചേ? ആമി കുട്ടി. അപ്പൊ ഇവിടെ ഇന്നലത്തെ ബാക്കി വെട്ടുന്നുണ്ട്. ഞാൻ നല്ല പണിയെടുക്കില്ലേനാ?
കണ്ടോ ഇങ്ങനെ പറയൂ കേട്ടോ, ഞാൻ ഫുൾ പണിയിലാണ്. അപ്പോൾ ഇവരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് അടുത്ത മഴേൻ്റെ മുന്നേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. പാപ്പു വേസ്റ്റ് ഒക്കെ കളയാൻ വേണ്ടി പോവാം കേട്ടോ. പാപ്പു ഹെൽപ്പ് ചെയ്യണേ, നോക്കി പോണം കേട്ടോ. ഫ്രണ്ട്സൊക്കെ കളിക്കാണ്, പാപ്പൊക്കെ പക്ഷെ ജോലി ചെയ്യല്ലേ. നമ്മളവിടെ ഒരു കിളിക്കൂടുണ്ട് കേട്ടോ, അതിൽ ഒരു കുഞ്ഞി കിളി മുട്ടയിട്ടിട്ടുണ്ട്. കണ്ടോ? നമ്മൾ ബോഗൺവില്ല അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. അതിൻ്റെ ഇങ്ങോട്ടേക്ക് തൂങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തു. ഇനി കലാതിലൂത്തി ഇതേപോലെ ഇങ്ങനെ ഇതാ ഉണങ്ങിയിട്ടുള്ള ലീഫുകളും കുറച്ച് നന്നായിട്ട് വളർന്നിട്ടുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്തു. ഇനി അതൊക്കെ നമ്മൾ കൊണ്ട് കളയാണ് കേട്ടോ. ബാക്കി ഭാഗങ്ങളൊക്കെ നീറ്റാക്കണം. നമ്മൾ ഈ ഏരിയയിലുള്ള പുല്ലുകളൊക്കെ വെട്ടിക്കഴിഞ്ഞു കേട്ടോ. ഇപ്പം നല്ല വേനലായതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്രീപ്പറൊക്കെ പിടിപ്പിച്ച ഭാഗത്തുള്ള നന്നായിട്ടൊന്ന് കട്ടിയൊക്കെ കുറച്ച് നന്നായിട്ട് കട്ട് ചെയ്തു കേട്ടോ. താഴത്തെ പുല്ലും എല്ലാം നന്നായിട്ട് തന്നെ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ ഞങ്ങൾ 2 ദിവസം കൊണ്ടാട്ടോ ഇതൊക്കെ ചെയ്തത്. ഞങ്ങളെല്ലാവരും തന്നെ ചെയ്യുന്നതുകൊണ്ട് നമുക്കിങ്ങനെ ടയേർഡ് ആവാതിരിക്കാൻ വേണ്ടി എല്ലാ ദിവസവും വൈകിട്ടാട്ടോ ചെയ്യാൻ തുടങ്ങിയത്. നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് കുട്ടികളൊക്കെ ആയിട്ട് പുറത്തിറക്കുന്ന സമയത്ത് ഒരു 4 മണി ആ ഒരു ടൈമിനാട്ടോ ചെയ്തത്. അതുകൊണ്ട് തന്നെ 2 ദിവസം എടുത്തു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പം നമ്മൾ ഈ ഒരു കിണറിൻ്റെ ഏരിയയിലുള്ള മുഴുവൻ പുല്ലും കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇനി ഇത് മുഴുവൻ ഒന്ന് അടിച്ചൊക്കെ വാരി നീറ്റാക്കാണ്. നമ്മളിവിടെ നല്ല കുയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുയിലൊക്കെ വരുന്നുണ്ട് മേലെ നല്ല ഒച്ച. അപ്പം നമ്മളെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായി കേട്ടോ. ഫുൾ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ അതാ നമ്മൾ ഈ ഏരിയയും എല്ലാം കംപ്ലീറ്റ് വൃത്തിയാക്കി കേട്ടോ. ഇതാണോ ഫുള്ളെല്ലാം നീറ്റാക്കി ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു. ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു രാവിലെ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോഴാകുമ്പം നമുക്കതിൻ്റെ ഒരു കറക്റ്റ് മനസ്സിലാവില്ല. ഇങ്ങനെ ഫുൾ വൃത്തിയാക്കി. ഇത് നമ്മളെ സോളാർ ലൈറ്റാണ്. ഇവിടെ നമ്മളെ വീടിൻ്റെ അടുത്ത് അങ്ങനെ അവരിങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കർപ്പൂരം ഇതൊക്കെ കത്തിക്കും കേട്ടോ. അപ്പോൾ നല്ല രസമുള്ളൊരു സ്മെല്ല് വരും. അപ്പം ഈ ഒരു സമയത്ത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നല്ലൊരു സ്മെല്ലും ഒക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മളെ പാരിജാത അവിടെ. അപ്പോൾ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളെല്ലാവരും കൂടെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആമയും പാപ്പും ഒക്കെ നല്ല ടയേർഡായിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെ നമ്മളെ കൂടെ ഹെൽപ്പ് ചെയ്യാനും. ഇപ്പം ഞങ്ങളൊരു ചെടി നടുകയാണെങ്കിലും അതുപോലെ ഗാർഡനിൽ എന്ത് പണി ചെയ്യുകയാണെങ്കിലും അവർക്ക് അതൊക്കെ വന്ന് ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അവർ നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ചെടിയും അതൊക്കെ കൊണ്ട് കളയാനൊക്കെ വേണ്ടിയിട്ട് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയായപ്പോഴേക്കും നല്ല ടയേർഡായി രണ്ടുപേരും. അപ്പോൾ നമ്മളെല്ലാവരും ക്ഷീണമൊക്കെ ആയതുകൊണ്ട് ഇതാ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. മന്തി വന്നിട്ടുണ്ടോ? മന്തിയും മീനും ഫിഷ് പറഞ്ഞു. ഫയല് കണ്ടോ? ഫയലോ? ഫയല് കണ്ടു. അങ്ങനെ ഞങ്ങൾ ടയേർഡായി കോപ്പർ കിച്ചണിൽ വന്നു ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇനി വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കോൺ ഐസ്ക്രീം കൂടെ വാങ്ങിച്ച് അങ്ങനെ ഇന്നത്തെ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞു. നമ്മളെ ഫേവറേറ്റ് ഒരു വീഡിയോ ഉണ്ട്. അപ്പനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? നല്ല രസമുണ്ട്.